അപ്പോൾ ഇന്നത്തെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായിട്ടുള്ള ഭരത് മുരളിയുടെ വീട്ടിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. തിരുവനന്തപുരത്താണ് അദ്ദേഹത്തിന്റെ വീടുള്ളത്. ഒരുപാട് നെഗറ്റീവ് റോളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആകാശദൂത് എന്ന ഒറ്റ സിനിമ കൊണ്ട് അതെല്ലാം മാറ്റിമറിച്ച നടനാണ് മുരളി. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സിനിമ, ആ ഒരു അഭിനയം ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ മുരളി, മമ്മൂട്ടി, മുരളി, മോഹൻലാൽ ഇങ്ങനെ കൂടി അഭിനയിച്ച ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ പലതും ഹിറ്റായിരുന്നു. മലയാള സിനിമയിൽ മമ്മൂട്ടിയും മുരളിയും ചേർന്ന് അഭിനയിച്ച ഒരുപാട് കിടിലം പടങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു കൂട്ടഭിനയം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ മുരളി സാറിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു വീടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഗോൾഫ് ക്ലബ്ബ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ഭാഗങ്ങളെ കാണാൻ പറ്റും. ഞാൻ ഒരു തവണ ഇതിനകത്ത് കയറാൻ നോക്കി, പക്ഷേ അന്ന് അവർ എൻ്റെ അടുത്ത് ചോദിച്ച റേറ്റ് 5000 രൂപയാണ് ഇതിനകത്ത് ഒരു ഷൂട്ട് ചെയ്യുന്നതിന്. ഏക്കറിനാക്കിന് കുറേ ഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നല്ല ഗ്രീനിഷ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കോടീശ്വരന്മാരും ലക്ഷപ്രഭുക്കളൊക്കെ വന്ന് കളിക്കുന്ന സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ക്ലബ്ബും അതേപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഗോൾഫ് ക്ലബ്ബ് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. ഈ കാണുന്ന ഇടത് സൈഡിൽ കാണുന്നതൊക്കെ ഇതിൻ്റെ ഏരിയകളാണ്. നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ ലാലേട്ടൻ ഒരു മാരുതി 800-ൽ പോകുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ആ കാർ കൊണ്ട് നിർത്തി ചെക്ക് ചെയ്യുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയാണ്. ഈ മതിൽക്കെട്ട് നിങ്ങൾ നോക്കിയാൽ മതി, അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് മാറിപ്പോയി. അങ്ങനെ നമ്മൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന റോഡ് കുറച്ച് മുന്നോട്ട് പോകേണ്ടി വരും. നമുക്കൊന്ന് തിരക്കാം. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടോ, പുള്ളിയിട്ട് തിരക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും എവിടെയാണ് മുരളി സാറിൻ്റെ വീട് എന്നുള്ളത്. ഇവിടെ ഈ നടൻ മുരളിയുടെ വീട് എവിടെയാ? അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ട്. എല്ലാം നമ്മളെ ഒരു പണ്ടത്തെ ഫിലിമിൻ്റെയൊക്കെ ലൊക്കേഷനാണ്. ഇവിടെയൊക്കെയാണ് ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം. മുരളി സാറിന് ഇവിടെ അല്ലാണ്ട് അരുവിക്കര ഡാമിൻ്റെ ഭാഗത്തൊരു വീടുണ്ട് കേട്ടോ. ആ വീട് പലരും ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ട്രിവാൻഡ്രത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട് പലർക്കും അറിയത്തില്ല. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വീടുകളിരിക്കുന്നു. പക്ഷെ നമുക്ക് ചോദിക്കാനാണെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. തിരുവനന്തപുരം സിറ്റിയുടെ നല്ല അടിപൊളി ഒരു ഏരിയ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയ ആണിത്. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് മനസ്സിലാവുന്നത്. കറക്റ്റ് ഇപ്പോൾ ഏരിയകൾ നമുക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിലും സ്ഥലങ്ങൾ എല്ലാം നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളൊക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മുരളി സാറിൻ്റെ വീട് തിരക്കിയിട്ട് ചെന്ന് പെട്ടതൊരു ISRO റിട്ടയർഡ് ജീവനക്കാരൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. പുള്ളി അതിശക്തനായിട്ടുള്ളൊരു മനുഷ്യൻ. ഈ റോഡെ അങ്ങോട്ട് കയറി പോകുമ്പോൾ അപ്പോൾ പുള്ളി കുറേ നേരം കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരുപാട് ഐഡിയാസൊക്കെ ഉള്ള ആൾക്കാരെ. അവരെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്റ്റൈലാണ്. പുള്ളി വളരെ കാര്യമായിട്ട് കുറേ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ കിടന്ന് കറങ്ങിയതിന് ശേഷം ഏകദേശം ഇപ്പോൾ മുരളി സാറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്ന ഈ ഒരു വീടാണ് അദ്ദേഹത്തിൻ്റെ വീട്. ഇവിടെ ഫ്രണ്ടിലായിട്ട് ഈ സൈഡിൽ കാണുന്ന 2 വീടുണ്ടല്ലോ, ഈ കാണുന്നതാണ് മുരളി സാറിൻ്റെ വീട്. What a bombastic explosion! Such a terrific discourse. മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. You could have scored them. Scored like hell.
ഞാനിവിടെ ഫസ്റ്റ് വരുമ്പോൾ ആദ്യം വെളിയിൽ കണ്ടത് മുരളി സാറിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു ഇവിടെ ആരൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോഴാണ് അമ്മയും മകളും ഉണ്ട്, കുറച്ച് റിലേറ്റീവ്സും അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ വന്ന ദിവസം ആറ്റുകാൽ പൊങ്കാല ഡേ ആണ്. അപ്പോൾ അതിനെക്കൊണ്ടാണ് ബന്ധുക്കളൊക്കെ അതിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പൊങ്കാലയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണത്തിലും റെസ്റ്റ് എടുക്കുന്നൊരു ടൈം കൂടെ അതിനെക്കൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ അകത്തോട്ട് വരുന്നില്ല, പിന്നെ ഒരു ദിവസം പറ്റുമെന്നുണ്ടെങ്കിൽ വരാം എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചിട്ട് മുരളി സാറിൻ്റെ വീട് മാത്രം ഞാൻ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനെക്കൊണ്ട് മുരളി സാറിൻ്റെ സൗകര്യം കാണാൻ പറ്റി. അപ്പോൾ അകത്ത് കയറാൻ പറ്റിയിരുന്നെങ്കിൽ കൂടുതൽ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റിയേനെ. കാരണം ഫാമിലിയൊക്കെ വരുന്ന ഒരു ഡേ ആണ്. ഈ പൊങ്കാല ദിവസമായിരിക്കും അവരെല്ലാവരും പല സ്ഥലത്ത് നിന്ന് ഈ മുരളി സാറിൻ്റെ ട്രിവാൻഡ്രത്തെ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ മുരളി സാറിൻ്റെ സഹോദരിയെ കാണുന്നത്. ഈ മുരളി സാറിൻ്റെ സഹോദരിയുമായിട്ട് സംസാരിക്കാൻ പറ്റി. ആ മകളെയും അമ്മേനെയൊക്കെ നേരത്തെ പല വീഡിയോയിലൂടെയും കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് ആളിലറിഞ്ഞ നിങ്ങൾക്ക് കുറച്ചിലല്ലേ? ഞാൻ നിന്റെ സ്നേഹിതനാണെന്ന് പറയടാ കള്ള ബടുക്കൂസേ പുല്ല്. ഒന്നും പറയണ്ട, കഴിപ്പിച്ചതെന്ന് പറ. അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം. മലയാള സിനിമയിൽ മറക്കാനാവാത്ത ഒരുപാട് കഥാപാത്രങ്ങൾക്ക് പാവം നൽകിയ ഒരു മനുഷ്യനാണ് മുരളി എന്ന് പറയുന്നത്. ഇടക്കാലത്ത് വെച്ച് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അവസാന സമയങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ 90കളിലൊക്കെ ഇറങ്ങിയ ഒരുപാട് പടങ്ങൾ വലിയ രീതിയിൽ മികച്ചതായിട്ടുണ്ട്. അതേപോലെ തന്നെ തുടക്ക സമയത്തൊക്കെ ഒരുപാട് വില്ലൻ വേഷങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സമയങ്ങളിൽ ജനങ്ങൾ അദ്ദേഹത്തിനെ വില്ലനായിട്ട് മാത്രമാണ് കണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നല്ലൊരു നടനുണ്ടെന്നുള്ളത് ആ കൂട്ടത്തിൽ തന്നെ അറിയായിരുന്നു. അമരം എന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു മികച്ച അഭിനയം കാഴ്ചവെച്ചത്. അമരത്തിലേക്ക് അഭിനയം കണ്ടു കഴിഞ്ഞാലേ മമ്മൂട്ടിയുടെ കൂടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ റോളാണല്ലോ അദ്ദേഹം അതിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വേറെയും ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ അത്രയും മികച്ച ഒരു അഭിനയ പ്രതിഭയാണ്. മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു രീതി കണ്ടെത്തിയ നടനാണ് മുരളി എന്ന് പറയുന്നത്. അഭിനയത്തിന് അദ്ദേഹം ചോദിച്ച് പൈസ മേടിക്കുമായിരുന്നു. സാധാരണ നടന്മാരെ പോലെയൊന്നുമല്ല. അദ്ദേഹത്തിന് ഭയങ്കര ഒരു പിടിവാശിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ മുഖം കണ്ടാൽ തന്നെ നമുക്കൊരു പേടിപ്പിക്കുന്ന സ്റ്റൈലാണ്. അവസാന സമയങ്ങളിൽ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ നിന്നൊക്കെ എന്തൊക്കെയോ വിഷയങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തമിഴിലൊക്കെ പോയി ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ തൻ്റേതായിട്ടുള്ള ഒരു അഭിനയ ശൈലി കൊണ്ട് മലയാള പ്രേക്ഷകരെ കയ്യിലെടുത്ത് നടനാണ് മുരളി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയൊക്കെ തട്ട് താണ് തന്നെ ഇരിക്കും. ഇത്രയും പ്രഗത്ഭരായ നടന്മാർ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ ഇറങ്ങിയ ഒരുപാട് കിടിലം പടങ്ങളുണ്ട്. ആകാശദൂത് എന്ന സിനിമയിൽ നമ്മളെല്ലാം അദ്ദേഹം കരയിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയം ആർക്കും മറക്കാൻ കഴിയത്തില്ല. അവളെ ഞാൻ മരിക്കാൻ വിടില്ല, ചികിത്സിപ്പിക്കും. എനിക്കുള്ളതൊക്കെ വിറ്റിട്ടാണ് അങ്ങനെ, അല്ലെ കടം വാങ്ങിക്കും, അതുപോലെ ഇരക്കും, അല്ലെ ഞാൻ മോട്ടിക്കും. എന്നാലും ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. വലിയ ശ്വാസം മുട്ടലുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഒരു സിനിമയിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിഗ് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചൊറിച്ചിൽ അസഹനീയമാണ്. താടി ഒട്ടിക്കുമ്പോൾ ആ പശയുടെ വേദന അസഹനീയമാണ്. ഇത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ചിരിക്കാൻ.